എൻ്റെ 18-19 വർഷത്തെ സ്വപ്നം ആണ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ ഫുൾ ഫാമിലിയും ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂടലിന് ഭയങ്കര വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മുടെ ലൈഫിലെ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇക്കയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടുള്ളൊരു കുറേ വർഷങ്ങളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എന്താ പറയുക ഇക്ക പറയുന്നല്ലേ, തീർച്ചയായും നിങ്ങളെ അധികം കാത്തിരുത്തി ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ എന്തായിട്ടും അത് നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണ് ഏതാണ് നമ്മൾ കാണാനും നിങ്ങൾ ഓരോരുത്തരെയും കാണിച്ചു തരാനും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. നമ്മളിത് അങ്ങനെ ആരുടെ ഷെയർ ചെയ്തിട്ടില്ല. ഏറ്റവും അടുത്ത കുറച്ച് പേരുടെ അടുത്ത് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും എല്ലാവരും തന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലിയിലുള്ളവരൊക്കെ ആയിക്കോട്ടെ ഇത് അറിയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഹോം ടൂർ വീഡിയോ അവിടെ മുതൽ ഇവിടം വരെ നമ്മുടെ എല്ലാ സന്തോഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസിന്റെ കൂടെ ഈ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരിക്കും. ഞാൻ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങൾ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇവർക്ക് ഒരേ നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ നിർബന്ധമായിട്ടും വേണമെന്ന്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം നമ്മള് എത്ര നിന്നാലും ഇക്ക ഉള്ള പോലെ ആവില്ല. കാരണം ഇക്കയുടെ ലൈഫുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇക്കയുടെ ഒരു ബിഗ് ഡ്രീം ആയിരുന്നു അത്. അതുകൊണ്ടാണ് അതെന്താന്ന് പറയുന്നത് എല്ലാം ഇക്ക തന്നെയാണ് പറയുന്നത്. ഈ മാസം തന്നെ അത് വന്നത്. അടുത്ത മാസം അഷ്നയ്ക്ക് യാത്ര ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവാം, അതങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എന്തായിട്ടും ഈ മാസം വന്നില്ലെങ്കിൽ പിന്നെ ഇതിപ്പോഴേ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടൊന്നും എന്തായാലും നടക്കില്ലല്ലോ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു സമയം മാറ്റി വെച്ചില്ലെങ്കിൽ അത് പിന്നീട് കുറച്ചും കൂടെ നീണ്ടുപോകും. അത്രയും പിടിച്ചു നിൽക്കാനുള്ള സഹനശക്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ ശരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് എല്ലാരും ഇപ്പം ഒത്തുകൂടിയിട്ടുള്ള അല്ല ഇത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ആ സർപ്രൈസിലേക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ആ പറഞ്ഞോ, അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി സർപ്രൈസ് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു സർപ്രൈസ് ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ അജ്മീറും അതുപോലെ തന്നെ അഫീം സർപ്രൈസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഇപ്പം വരും. പറ, ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ഞങ്ങളൊക്കെ ഞെട്ടിയായിരുന്നു, നിങ്ങൾ ഞെട്ടരുത്. ഇവര് വിചാരിക്കട്ടെ ഇത് ആരെ കൊണ്ടുവന്നൊക്കെ. ഏതാനും നിമിഷങ്ങൾക്ക് ആ സർപ്രൈസ് ഈ വഴിത്താരിലൂടെ മന്ദം നടന്നു വരുമല്ലേ. നടന്നാണോ ഓടിയാണോ ചാടിയാണോ അവര് അറിയില്ല. വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും അത് വരുന്നവരെ കാത്തിട്ടാം. സോ നമ്മള് നമ്മുടെ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ വരും. അപ്പോൾ ഡിയേഴ്സ്, എൻ്റെ 18-19 വർഷത്തെ സ്വപ്നം ആണ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ ഇതുവരെ പറയാതെ വെച്ച സർപ്രൈസ്.
ഡേയ്സ് പറയാൻ സർപ്രൈസ് ആയിട്ട് കാത്തു വെച്ച് നിങ്ങൾ വരുന്നതൊക്കെ കണ്ടല്ലോ. 10-20 വർഷം മനസ്സിൽ കൊണ്ടു നടന്നൊരു സ്വപ്നമാണ് തൊട്ട് പുറകിൽ നിൽക്കുന്നത്. മെയിനായിട്ട് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ആള് വരുന്നത്. നിശാന്ത് നമ്മുടെ ചങ്ക് ബ്രോയാണ്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ. ഇത് ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്കൊക്കെ വരാം. എന്നാലും ഇവർക്കും കൂടെ പറയാനുള്ളതൊക്കെ കേട്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. എൻ്റെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ, പക്ഷേ ഇത്രയൊന്നും ആഗ്രഹിച്ചില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അനുഭവം വരരുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഇതായിപ്പോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ജീവിതത്തിൽ കിടക്കാൻ ഒരു വീട്, പിന്നെ എൻ്റെ പിള്ളേർക്ക് നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് കിട്ടിയതൊരു വലിയൊരു അനുഗ്രഹമാണ് അടച്ചവൻ്റെ. എല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടു വാങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമാണിത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്താ പറയണ്ടേ, അപ്പം സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് തന്നെ ഇക്കിച്ചി നമ്മുടെ ബസ്സിൽ ഓരോ വർക്കൊക്കെ ആയിട്ട് പോയതാണ്. അപ്പം പണ്ട് തൊട്ടേ ഉള്ള ഇക്കിച്ചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ബസ് എന്നുള്ളത്. അപ്പം പണ്ട് തൊട്ടേ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്ന സമയത്തും കഴിയുന്ന സമയത്തൊക്കെ ബസ്സിൽ പിടിച്ചിട്ടൊക്കെ പറയും ഇതുപോലെ സാധനം കുറേ നാൾ നമുക്ക് എടുക്കണ്ട അങ്ങനെയൊക്കെ പറയാറുണ്ട്. പണ്ട് തൊട്ട് ഞങ്ങൾ ബസ്സിൽ കഴിയാൻ പോകുന്ന സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ വണ്ടി ഓടിക്കാനും ബസ്സിൻ്റെ എല്ലാ പരിപാടിയും എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് വന്ന ഒരാളാണ്. അപ്പം ബസ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോഴും ആശനോടൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എങ്ങനെ എന്നുള്ളതിന് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഇത്രയും കുറേ നാൾ കാത്തിരുന്നു, അതിലേക്ക് എത്തി. അപ്പം ശരിക്കും ഇത് മേടിക്കാൻ പോകുന്ന മൊമെൻറ്റ്സും RC ചെയ്യാൻ പോകുന്നതൊക്കെ ഞാൻ നിശാന്തേട്ടനൊക്കെ കൂടിയാണ്. അപ്പം ഓരോ തവണ പോകുമ്പോഴും RT ഓഫീസിൽ അവിടെയൊക്കെ ആയിട്ട് കുറേ വെയിറ്റൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മടുപ്പില്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം നമ്മളെ എത്രയോ കാലങ്ങളായി ഇക്കായി ഞങ്ങളൊക്കെ കാത്തിരുന്ന ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷത്തിലേക്കാണ്. അതൊക്കെ കഴിഞ്ഞ് RC ഒക്കെ ചേഞ്ച് ചെയ്ത് ഈ ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചിട്ട് വരുന്ന സമയം ഒരു മുഹൂർത്തമുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. കാരണം എത്രയോ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വലിയൊരാഗ്രഹം സാധിച്ചു കിട്ടുന്നൊരു മുഹൂർത്തമാണ്. അപ്പം അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഇക്കാക്കൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ബസ് മേടിച്ചത് ഉമ്മച്ചിക്കൊക്കെ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും കൂടി ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഈ പൗലോ കൊയ്ലോയുടെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ടല്ലോ, അതായത് നമ്മൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ബസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. കാരണം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതൊന്നുമല്ല. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ റിലേഷനുള്ള സമയത്ത് മുതൽ പറയുന്നത് ബസ് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ മനുഷ്യന് ഇത് എന്തിൻ്റെ ഇടയിൽ ഈ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാതെ ബസ്സിൽ പോവും, എന്നിട്ട് രാവിലെ പോവും, രാത്രി വരും. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് ഉടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിന് മാത്രമാണ്. പക്ഷേ പിന്നെ കുറേ അങ്ങ് പോയി കഴിയുന്നവരെ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് തന്നെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു ബസ് എന്ന് പറയുന്ന ഒരു സംഭവം സ്വന്തമായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റിയെന്ന് ഉള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഞങ്ങളെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ ഒരു ഫീലിങ്സ് അല്ല. അല്ലെങ്കിൽ ഒരു ബസ് വാങ്ങി എന്ന് പറയുമ്പോൾ അതങ്ങ് കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ആഴ്ന്നിറങ്ങിയ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇക്കാടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് നമ്മൾ കുറച്ച് നാളായി. പക്ഷേ ഇത് വീഡിയോയിലൊന്നല്ല ആരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ പേരും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ടിട്ടാണ്. പിന്നെന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇക്കാടെ ഒരു ഹാർഡ് വർക്കിനൊരു ഫലം ഉണ്ടായല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്തുനിന്നല്ല, ഒരു ജീവിതം തന്നെയാണ് ഈ ബസ് എന്ന് പറയുന്നത്. ഇക്കാനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് തന്നെയാണ്. എനിക്കൊന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലല്ലേ, 9ാം ക്ലാസ്സിൽ അതിനും 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു പഠിക്കുന്ന സമയം മുതൽ ബസ്സിൽ ഇങ്ങനെ നിൽക്കാൻ പോയി. അങ്ങനെ പിന്നീട് ലൈസൻസ് എടുത്തു, ഡ്രൈവറായി, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് വന്നതാണ്. അതിനുശേഷമാണ് പിന്നെ ഗൾഫിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിൽ പോയിട്ട് നാട്ടിൽ വരുമ്പോൾ പോലും ഞാനും അതുപോലെ തന്നെ ഉമ്മായാണേലും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ചോദിക്കാറുണ്ട് അവിടെ നിന്ന് വന്നത് ബസ്സിന് പോകാനാണോ വേണ്ടതൊക്കെ ചോദിക്കാറുണ്ട്. ബസ്സിന് പോകാനാണെങ്കിൽ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഇനി ബസ്സിൽ പോകുമ്പോൾ നമ്മളത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ പിന്നെ പറഞ്ഞല്ലോ, മനസ്സിലായി ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതാണ് ഈ മനുഷ്യൻ്റെ ഒരു ജീവിതം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് സ്വന്തമാക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ.
അപ്പോൾ ഇനി കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് നമ്മുടെ ബസ് മുതലാളിയാണല്ലോ. അപ്പോൾ എന്തായാലും പറഞ്ഞു. അപ്പോൾ എല്ലാവരും സംസാരിച്ചു, അവരെ കൊണ്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മാത്രം ആഗ്രഹം കൊണ്ട് സാധിച്ചൊരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കണക്കാക്കുന്നില്ല. കാരണം എന്നെ ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിനെ ഞാൻ ആദ്യം തന്നെ അജ്മീറിനോടും പറഞ്ഞ് അഷ്നാനോടും പറഞ്ഞ് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നീട് അതിൻ്റെ കുറച്ച് പ്രാരംഭ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു സേഫ് സോണിലെത്തുമ്പോഴാണ് വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്താ വെച്ചാൽ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരാഗ്രഹം കൊടുത്തിട്ട് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് വീട്ടിൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ല. അതിനൊക്കെ പുറമെ ഞാൻ ഏകദേശം ഒരു 10-15 വർഷക്കാലത്തോളം പരിചയമുള്ളൊരു മുതലാണ് ഈ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആണുങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ടാകുന്നതാണ് നല്ല സുഹൃത്തു ബന്ധങ്ങളിൽ നിന്ന്, നല്ല സഹോദരന്മാരിൽ നിന്ന്. അതുപോലെ ഒരാളാണ് ഈ കൂടെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് വാക്കുകളെല്ലാം കുറച്ച് മാറി മറിഞ്ഞൊക്കെ പോകും. കാരണം ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ പഴയ ഒരു അജ്മലിനെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് നിശാന്ത് എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. എൻ്റെ സ്ട്രോങ് പില്ലറാണ് നിശാന്ത്. എൻ്റെ ആഗ്രഹത്തിന് 10-15 വർഷക്കാലമുള്ള പരിചയമാണ് ഞാനും നിശാന്ത് തമ്മിൽ. എൻ്റെ ആഗ്രഹത്തിന് അവന് ഉള്ളിൽ കൊണ്ടു നടന്ന് എൻ്റെ ആഗ്രഹം ആ രീതിയിൽ സഫലീകരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. പിന്നെ അവനെ എൻ്റെ ഒരു സഹോദരനെന്നോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്നോ എൻ്റെ രക്തമെന്നോ എന്താ പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല. കാരണം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു നിമിഷം പോലും ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിറങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇടപാടുകളും കാര്യങ്ങളും പോക്കും വരുത്തും എല്ലാ കാര്യത്തിനും അജ്മീറിൻ്റെ ഒപ്പം ഓരോ നിമിഷവും നിശാന്തിൻ്റെ കൂടെ അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ എന്ന് പറയാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഞങ്ങളുടെ തന്നെയാണ് ഇതിൽ, പ്രത്യേകിച്ച് അതിന് വേറൊരു അർത്ഥമോ വേറൊരു ഇതോ ഒന്നുമില്ല, ഞങ്ങളുടെ തന്നെയാണിത്. അത് എനിക്ക് ഇതിലേറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതും നിശാന്തിനോട് തന്നെയാണ്. സുഹൃത്തിൻ്റെ ആഗ്രഹത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് കൂടെ നിന്ന് എന്നെ ഇതുവരെ എത്തിച്ച നിശാന്തിനോട് എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും. പിന്നെ ഇത് ഞങ്ങളുടെ ബസ്സാണ്, എൻ്റെ ബസ്സല്ല, ഞങ്ങളുടെ ബസ്സാണ്. അതിലാർക്കും ഇനി ഒരു സംശയവും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളുടെ ബസ് തന്നെയായിട്ട് ഇതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ഒരു ആഗ്രഹത്തിന് നമ്മൾ എടുത്തു. പിന്നെ ഇനി എത്ര കാലം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. പോകുന്നത്ര നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല സർവീസായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഇതെല്ലാ മാസം 1-ാം തീയതി കാരുണ്യയാത്ര ഓടുന്നൊരു വണ്ടിയാണ്. വണ്ടി എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ ബോസ് അല്ലേ വിദ്യാരട്ടൻ, അദ്ദേഹത്തിന് ഒരുപാട് സർവീസുകളുണ്ട്. ഒരുപാട് സർവീസ് ഇപ്പോൾ എത്ര ഒരു 100 കഴിഞ്ഞു തോന്നല്ലേ, 80-ഓളം കാരുണ്യയാത്രകൾ 5ഓളം ബസ്സുകൾ എല്ലാ മാസം 1-ാം തീയതി ഓടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ബസ്സാണ് ഈ മുകാംബിയ ബസ്. അതാണ് നമ്മൾ എടുത്തത്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര ഇടാം, 5 മാസം 6 മാസത്തോളമായി. 6 മാസത്തോളമായി. ആ 6 മാസവും നമ്മളത് മുടക്കിയിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം നമ്മളല്ല ഡീൽ ചെയ്യുന്നതൊന്നും, അതിൻ്റെ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന് തന്നെ അത് അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതിന് കാരുണ്യയാത്രകൾ കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥൻ തന്നെ ഡീൽ ചെയ്തിട്ട് എന്താ വെച്ചാൽ ആർക്കാന്ന് വെച്ചാൽ ഓടിക്കോളി, ഒരു കുഴപ്പമില്ല. കാരണം ഒരാൾക്ക് നമ്മുടെ സർവീസ് കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു മാസത്തിലൊന്ന് ഒരാൾക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ് ഞങ്ങൾക്കും. ഞങ്ങളും അങ്ങനെ വലിയ ഒരു നിലയിൽ നിന്ന് വന്ന ആൾക്കാരൊന്നുമല്ല, വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പാവങ്ങളുടെ ബുദ്ധിമുട്ട്, രോഗികളുടെ ബുദ്ധിമുട്ട്, അവസ്ഥകളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സർവീസ് നമ്മൾ വാഹനം എടുത്തതിന് ശേഷം അതൊന്നും മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നാളെ അതൊരു സംസാരമാവും. അങ്ങനെ ഒരു സംസാരത്തിലേക്ക് പോകുന്നതിൽ താല്പര്യമില്ല. അതുമാത്രമല്ല, അത് നല്ല കാര്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ആ സർവീസ് തുടരുക തന്നെ ചെയ്യും. ഈ കാരുണ്യയാത്ര എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലായിക്കൊള്ളുന്നില്ല എല്ലാവർക്കും. എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞത്. അതായത് എല്ലാ മാസവും 1-ാം തീയതി നമ്മുടെ ബസ് ഒരു സർവീസ് നടത്തും, സാധാരണ സർവീസ് പോലെ തന്നെ. അപ്പോൾ അതിൽ കിട്ടുന്ന എമൗണ്ട്സ് നമ്മൾ രോഗികൾക്ക് കൊടുക്കും. പക്ഷേ സാധാരണ കിട്ടുന്ന ബാലൻസ് ആയിരിക്കില്ല അന്ന് ഉണ്ടാവുക. നല്ലവരായ ബന്ദർക്ക കാഞ്ഞങ്ങാട് റൂട്ടിൽ താമസിക്കുന്ന നല്ലവരായ ഒരുപാട് ജനങ്ങൾ, അത് പല റൂട്ടുകളിലും ഈ കാരുണ്യയാത്രകൾ ഓടുന്നുണ്ട്. ഈ മുകാംബിയ ബസ്സിൻ്റെ പല റൂട്ടുകളിൽ ഓടുന്നുണ്ട്. അവിടെയൊക്കെയുള്ള ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അന്നത്തെ തുക കുറച്ച് വളരെ അധികം ബാലൻസ് ഉണ്ടാവും. ഡീസൽ ചാർജ് എടുത്തിട്ട് ബാക്കിയുള്ള പൈസ ഏത് ആൾക്കാണ്, ഏത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏത് ആൾക്കാണ്, ഏത് കുടുംബത്തിലാണോ എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ പൊതുവെ ചെയ്യുക. പിന്നെ അധികം ഇന്നത്തെ എക്സൈറ്റ്മെന്റ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. സാധാരണ ഇക്കിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അല്ല, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സാധാരണ എനിക്ക് ഒരുപാട് എനിക്കറിയാം. ഞാൻ 6 മാസം 5 മാസത്തോളം വെച്ച് നല്ല പ്രിപ്പറേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ സമയമായിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇതുവരെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗോപാലേട്ടൻ ബന്ദർക്ക സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്നു.
ആയിരുന്നല്ലോ. ബന്ദർക്ക സ്റ്റാൻഡിൽ വീട് ഇവിടെ തന്നെ ജയറാം ഡോക്ടർ വീട്ടിനടുത്ത് ഇച്ചിരി മോളോട്ടായി. ചേട്ടൻ്റെ പേര് സുരേഷ് ചേട്ടനും ഗോപാലേട്ടനുമാണ് നമുക്ക് ഇതുവരെ വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്ത് തന്നത്. ഒരുപാട് നന്ദി. നമ്മൾ രണ്ടാം പിന്നെ അറിയില്ല അങ്ങോട്ട് കരിവാട് ആയതുകൊണ്ട് നമ്മൾ മതി. നമ്മുടെ നാട്ടിലെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. പിന്നെ ഇതിൽ ഞങ്ങൾ ഒരുപാട് പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിന് പുറകിൽ നമ്മുടെ ഒരുപാട് സഹായിച്ച ആൾക്കാരുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ നിശാന്ത് അധികം സംസാരിക്കാത്തതെന്ന് വെച്ചാൽ അവന് നമ്മളെ വീഡിയോയിൽ അങ്ങനെ നിന്നിട്ടുള്ളൊരു സംസാരിച്ചിട്ടൊരു പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് ഒരു വ്ളോഗ് സ്വന്തമായിട്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു തുടക്കം എനിക്ക് തന്നെ പറ്റുന്നില്ല. ഞങ്ങളുടെ രണ്ടിൻ്റെയും ഒരു മനസ്സ് ഒരേപോലെ തന്നെയാണ്. കാരണം ഞങ്ങൾക്കത് പറ്റില്ല എന്നുള്ളൊരു ചില കാര്യങ്ങളിൽ. അപ്പോൾ എനിക്ക് നന്നായിട്ട് അവൻ അറിയുന്നതുകൊണ്ടാണ് അവൻ സംസാരിക്കാത്തത്. നല്ലൊരു ഉഗ്രം വ്ളോഗായിട്ട് നിശാന്ത് പൂർണ്ണ ശക്തിയോടെ വന്നിരിക്കും നമ്മുടെ ബസ്സിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ കാരുണ്യയാത്രകളെ കുറിച്ചിട്ടും അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിലുകളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടൊരു വ്ളോഗ് അടുത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പേരാണ് മൂകാംബിയ. നല്ല ഐശ്വര്യമുള്ള പേര് തന്നെയാണ്. പിന്നെ നമ്മുടേതായ രീതിയിലൊരു പേര് മാറ്റമുണ്ട്. അത് അടുത്ത ബ്ലോഗ്. അത് നമ്മൾ പേര് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ് വാങ്ങിക്കുന്ന കാര്യമൊക്കെ പണ്ടേ പറയും. ഇക്കടെ മനസ്സിലുള്ള ഒരു പേരുണ്ട്. പണ്ടേ മീൻസ് അങ്ങനെയല്ല അത് ആ ഒരു മനസ്സിലുള്ളൊരു പേരുണ്ട്. അപ്പം അത് പിന്നെ നമ്മളെല്ലാവരും അടുത്ത് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു പേര് നമ്മൾ ഫിക്സ് ചെയ്തതാണ്. സോ അതെന്താണെന്നുള്ളത് നമ്മളിത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പം അത് കാണിക്കാം അല്ലേ? അതല്ലേ നല്ലത്? അത് പകുതി പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ. പിന്നെ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് കമന്റ് ബോക്സിൽ അത് ഞാൻ പറയാം ഇതും ഈ യൂട്യൂബ് മണിയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ഇക്കടെ അധ്വാനാണ്, അതിന്റെ ഫലമാണ്. പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് എന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയി. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് എത്താൻ കുറച്ചും കൂടെ സമയം ലാഭിക്കാൻ പറ്റി. ഒരു വശമൊക്കെ എനിക്ക് നോക്കാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഏറ്റവും പില്ലർ അടിത്തറ, എന്തിനൊരു അടിത്തറ വേണമല്ലോ, ആ നിൽക്കുന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ. അപ്പം ഞങ്ങളുടെ ബസ്സിന് എല്ലാവിധ അനുഗ്രഹവും നിങ്ങളുടെ ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഇക്ക പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വീടിൻ്റെ ആ ഒരു സമയത്ത് വന്ന അത് ഇപ്പോഴും ആ കമൻറ്റ് ഇങ്ങനെ വരാറുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഈസി ആയിട്ട് നടക്കുന്നുള്ളത്. അങ്ങനെ കമൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരിക്കലും ഇക്കയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അല്ലാതെ വേറൊന്നും ഇതിൽ ഇല്ല. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ പോലും നമുക്കിപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ ഒരു ഇമോഷനും ഫീലും എല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് ആ ഒരു ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞ് പുറത്തറിയിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കുറേയൊക്കെ ഇങ്ങനെ ഒരു അപ്പോൾ ഇന്ന് പതിവിലും കൂടുതൽ ഇവർ ഭയങ്കരമായിട്ട് എല്ലാവരും ഇമോഷണലായി പോയിരുന്നു. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് സ്ട്രോങ് ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കും സംസാരിക്കാൻ പറ്റുക. സാധാരണഗതിയിൽ ഇക്കായും ആഷ്ണയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാമെന്നല്ലേ. പിന്നെ ഇന്ന് തുടക്കത്തിൽ ഉമ്മ തന്നെ ഭയങ്കര ഇമോഷണലായി പോയാലും ഉമ്മാൻ്റെ ഒക്കെ സംസാരം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ കേട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉമ്മാക്കിന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ വാക്കുകളൊക്കെ മുറിഞ്ഞും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ മൊത്തം പിടുത്തം പെടുമെന്നറിയാം. ഞാൻ ആഷ്നാനോട് പറഞ്ഞു, ഞാൻ പരമാവധി ട്രൈ ചെയ്യും. എന്തോ കുറച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലെന്ന്. എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഞാൻ അത്രമേൽ പറഞ്ഞു. കാരണം അതിൻ്റെ അതിൻ്റെ മൂർധന്യാവസ്ഥ എന്നുള്ളത് നല്ല ബോധ്യം എനിക്കുള്ളത് കൊണ്ട് പോകുമെന്ന് വിചാരിച്ച്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പോയില്ല, നല്ല രീതിയിൽ എടുത്ത് പൂർത്തീകരിക്കാൻ പറ്റി. ഇന്നല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം തന്നെ അടുത്ത ഞായറാഴ്ച വരെ എത്തണം. അതുകൊണ്ട് ഒരു ദിവസം ഒരാഴ്ച കടന്നു പോകണം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തത്. നോർമലായിട്ട് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല, അവരോടാണ് ബസ്സിനെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്ത് പറയാനുണ്ടോ?
ഇനി നമ്മളെ വണ്ടീൻ്റെ പേരും പിന്നെ കുറച്ച് ഡിസൈൻസൊക്കെ ഒരുപാട് നാളായിട്ട് എന്നോട് പറയുന്ന കാര്യമാണ്, നമുക്കത് ചെയ്താലും ഇത് ചെയ്താലും നിശാന്തേട്ടനും പറയും. അപ്പോൾ പറയും നമുക്ക് ആദ്യം ബസ്സിന് ഇതുപോലെ എല്ലാവരും കാണിച്ച ശേഷം ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ഇക്കാക്ക് ഈ ബസ് അലങ്കരിച്ച് കൊണ്ടുനടക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ തൂങ്ങി കിടക്കുന്ന മാല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നിശാന്തേട്ടൻ്റെ കുറേ കലാവിരുതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബന്ദർക്ക് ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് കുറേ മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് എന്തിനാണ് നിശാന്തേട്ടാ ഇത് നമ്മൾ വണ്ടിയിൽ തൂക്കാം. അപ്പം വാങ്ങിക്കൊണ്ട് വരുന്നത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച വണ്ടി ഓടുന്നില്ല എന്നുള്ള കാര്യം മൂപ്പർ മറന്നുപോയി. അപ്പോൾ ഓൾറെഡി അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു. അത് വണ്ടീനെ അത്രത്തോളം സ്നേഹിക്കുന്ന 2 പേരാണ് കേട്ടോ അത്. അപ്പം നിശാന്തേട്ടൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം വണ്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് നിശാന്തേട്ടൻ. എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇക്കാനോട് ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റുന്ന ഞാൻ ഇക്കാനോട് എപ്പോഴും പറയും, അയ്യോ ഇന്ന് നിശാന്തേട്ടൻ വന്നിട്ട് അവിടെ ഇരുന്ന് കുറേ സമയം വെയിറ്റ് ആക്കി. ഞാനിരുന്നാലും എനിക്ക് വിഷമം വരില്ല. എൻ്റെ കൂടെ ഒരാളിരുന്ന് വിഷമിക്കുന്ന എനിക്ക് ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിശാന്തേട്ടൻ പറഞ്ഞു, എന്താണ് നീ അങ്ങനെ പറയുന്നത്, നമ്മളെ ആവശ്യമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ്. അതായത് നമ്മുടെ സഹോദരനെ പോലെ ശരിക്കും ഞാൻ ഇക്കാൻ്റെ ഫ്രണ്ട്സ് ഞാനും ഇപ്പോൾ സിറായിച്ചാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ബന്ധമാണ്. പക്ഷേ നിശാന്തേട്ടനുമായിട്ട് ബന്ധത്തിനെ ഒരു സഹോദര ബന്ധത്തിനേക്കാൾ അപ്പുറം ഒരു ഫ്രണ്ട്സ്, ഞാൻ നിശാന്തേട്ടൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം കൂടിയുണ്ട്. കാരണം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും പരിപാടിയൊക്കെ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം കൂടിയാണ്. അപ്പോൾ അത്രയും ഒരു നല്ലൊരു മനുഷ്യനാണ് നമ്മൾ നിശാന്തേട്ടൻ. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ എന്തായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. അവൻ ഇവിടെ ഉള്ളത് കൊണ്ട് കുറച്ച് എന്തായിട്ട് അങ്ങോട്ടുള്ള വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ഏതാണെന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.